Hi all, welcome back to Eduooz Pharma Academy. നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ തിയറി ക്ലാസ്സസ് വളരെ ഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ തിയറി ക്ലാസ്സസ് ഡെപ്ത് ആയിട്ട് പഠിച്ചാൽ മാത്രം പോരാ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ PSC കാര്യം നമുക്കറിയാലോ, പ്രോപ്പർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാൾ മാത്രമേ നമ്മളെ റാങ്ക് ലിസ്റ്റ് കയറത്തുള്ളൂ. അപ്പൊ നമ്മളിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. എല്ലാവരും ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? സോ നമ്മൾ റാങ്ക് ബൂസ്റ്റർ ഫയൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇപ്പൊ റാങ്ക് ബൂസ്റ്റർ ഫയലിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ദീസ് റാങ്ക് ബൂസ്റ്റർ പാക്ക്, നമ്മുടെ റാങ്ക് ബൂസ്റ്റർ പാക്ക് ആണ് നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആ റാങ്ക് ബൂസ്റ്റർ പാക്ക് വിൽ ഡിസൈഡ് യുവർ റാങ്ക്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസ് പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, എന്നാൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് ആൻസേഴ്സ് കിട്ടാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, വാട്ട് ഇസ് എ നോർമൽ റേഞ്ച് ഓഫ് ഫോർ ബ്ലഡ് പ്രഷർ ഇൻ അഡൾട്ട്? അഡൾട്ടിലെ നോർമൽ ബ്ലഡ് പ്രഷർ റേഞ്ച് എത്രയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? വളരെ സിമ്പിൾ ആണ്. സോ വാട്ട് ഇസ് ആൻസർ? ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഇസ് 120/80 mm of Hg. അപ്പൊ ഓപ്ഷൻസ് എന്തൊക്കെയാ? ഓപ്ഷൻ എ 100/60 mm of Hg, ഓപ്ഷൻ ബി 120/80 mm of Hg, ഓപ്ഷൻ സി 140/90 and ഓപ്ഷൻ ഡി 160/100 mm of Hg. So answer is option B, 120/80 mm of Hg. Okay, അപ്പൊ ക്വസ്റ്റ്യൻസ് പഠിക്കാന്ന് പറയുന്നത് ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പഠിച്ചിട്ട് പോവല്ലല്ലോ കേട്ടോ. ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ 4 ഓപ്ഷൻസും നമ്മൾ ഡെപ്ത് ആയിട്ട് പഠിക്കാം. ഈ ഒരു കേസിൽ 4 ഓപ്ഷൻസ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ 4 ഓപ്ഷൻസിന് നമുക്ക് 4 ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്ന വഴി 4 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. വിത്ത് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ നോക്കാം. The normal range for blood pressure in adult is typically considered to be around 120/80 mm of Hg. അല്ലെ? നമ്മള് ഹൈപ്പർടെൻസീവ് പഠിച്ചപ്പോ ഫസ്റ്റ് നമ്മൾ പഠിച്ച സ്ലൈഡ് തന്നെ ഇതായിരുന്നു. നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 mm of Hg ആണ്. അതിൽ 120 എന്താണ്, 80 എന്താണ്? നമുക്കറിയാം. 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറും 80 എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറുമാണ്. അതായത് 120 എന്ന് പറയുന്നത് ഹാർട്ടിന്റെ സിസ്റ്റോൾ ടൈമിൽ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോൾ, വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോർമലി 120 mm of Hg. ആൻഡ് ഡയസ്റ്റോൾ എന്ന് പറയുമ്പോഴേക്കും ഇൻ ബിറ്റ്വീൻ ദിസ് കോൺട്രാക്ഷൻസ് നമ്മുടെ ഹാർട്ട് എന്ത് ചെയ്യും? റെസ്റ്റ് ചെയ്യും. നമ്മൾ ഹാർട്ട് റിലാക്സ് ചെയ്യും. അന്നേരം നമ്മുടെ ബ്ലഡ് വെസൽസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് യൂഷ്വലി 80 mm of Hg. അപ്പൊ അതിനാണ് നമ്മൾ റാഷണലിൽ പറഞ്ഞിരിക്കുന്നത്. The normal blood pressure is 120/80 mm of Hg, where 120 mm of Hg represent systolic pressure, that is pressure in the arteries when the heart beats, and 80 mm of Hg represent diastolic pressure, that is pressure in the arteries when the heart is at rest between beat. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയില്ലേ? നോർമൽ ബ്ലഡ് പ്രഷർ ഇസ് 120/80 mm of Hg. അപ്പൊ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഏതാ? 140/90 എബവ് പോകുമ്പോഴാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ ആയിട്ട് പറയാറ്. ഓക്കെ, സോ നോർമൽ ഇസ് 120/80 mm of Hg. ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Question number 2. What is the primary function of renin-angiotensin system in the human body? അപ്പൊ നമ്മൾ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം പഠിച്ചവരാണ് അല്ലെ? അപ്പൊ എന്തായിരുന്നു റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം? When there is a decrease in blood pressure, നമ്മുടെ ബോഡിയിൽ ബ്ലഡ് പ്രഷർ കുറയുമ്പോൾ ബോഡി തന്നെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ബോഡിയിൽ ആക്ടിവേറ്റ് ആവുന്ന സിസ്റ്റമാണ് റെനിൻ ആൻജിയോടെൻസിൻ അൽഡോസ്റ്റിറോൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റെനിൻ ആൻജിയോടെൻസിൻ അൽഡോസ്റ്റിറോൺ സിസ്റ്റം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ അത് ആ ഒരു ഫ്ലോ ചാർട്ട് ഒക്കെ നമുക്ക് പഠിക്കാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, എന്തായിരുന്നു റെനിൻ ആൻജിയോടെൻസിൻ അൽഡോസ്റ്റിറോൺ സിസ്റ്റം ഓർ റാസ് എന്ന് പറയുന്നത്? when there is a decrease in blood pressure, blood pressure ഒരു ഡ്രോപ്പ്, നമ്മൾ ബ്ലഡ് പ്രഷർ കുറയുന്നത് കിഡ്നി ഡിറ്റക്ട് ചെയ്യുവാണ്. കിഡ്നി ഡിറ്റക്ട് ചെയ്തിട്ട് കിഡ്നി എന്ത് ചെയ്യും? ഒരു ഹോർമോൺ റിലീസ് ചെയ്യും. ആൻഡ് ദാറ്റ് ഹോർമോൺ ഇസ് കോൾഡ് ആസ് റെനിൻ അല്ലെ? അപ്പോ when there is a decrease in blood pressure, our kidney will release a hormone that is renin. ഈ റെനിൻ എന്ത് ചെയ്യും? ആൻജിയോടെൻസിനോജൻ എന്ന് പറയുന്ന ഒരു പെപ്റ്റൈഡ് ഉണ്ട് അല്ലെ? സോ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആൻജിയോടെൻസിൻ 1നെ ആൻജിയോടെൻസിൻ 2 ആയിട്ട് കൺവേർട്ട് ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈം ACE, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. ഈ ആൻജിയോടെൻസിൻ 2നാണ് എന്ത് ആക്ഷൻസ് വരുന്നത്? ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യിക്കേണ്ട ആക്ഷൻസ് വരുന്നത്. അപ്പൊ എന്താ പറഞ്ഞേ?
renin release ചെയ്യുന്നു, angiotensin-OGനെ angiotensin 1 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. angiotensin 1നെ angiotensin 2 ആയിട്ട് ACE enzyme കൺവേർട്ട് ചെയ്യുന്നു. angiotensin converting enzyme. Then angiotensin 2 എന്തൊക്കെ ആക്ഷൻസ് വരുന്നത്? aldosterone റിലീസ് ചെയ്യും from adrenal cortex. ഈ aldosterone എന്ത് ചെയ്യും? aldosterone sodium water retention, സോഡിയത്തിനെയും വാട്ടറിനെയും യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യാണ്ട് ബോഡിയിൽ പിടിച്ചു നിർത്തും. അന്നേരം കാർഡിയക് ഔട്ട്പുട്ട് കൂടി, ബ്ലഡ് പ്രഷർ കൂടും. ഓൾസോ ബ്ലഡ് വെസൽസിൽ പോയിട്ട് ആക്ട് ചെയ്തിട്ട് നമ്മുടെ ബ്ലഡ് വെസൽസ് കോൺട്രാക്ട് ചെയ്യിക്കും. സോ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് കൂടിയിട്ട് ബ്ലഡ് പ്രഷർ കൂടും. ഓൾസോ നമ്മുടെ സിമ്പത്താറ്റിക് നെർവ് എൻഡിങ്സിൽ പോയി ബൈൻഡ് ചെയ്തിട്ട് അഡ്രിനാലിനെയും നോറഡ്രിനാലിനെയും എസ്പെഷ്യലി നോറഡ്രിനാലിനെ റിലീസ് ചെയ്യിച്ച് നമ്മുടെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും അല്ലെ. സോ അങ്ങനെ നമ്മുടെ aldosterone വഴി angiotensin 2 റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്ത് ആക്ടിവിറ്റി നമുക്ക് കിട്ടും, ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. ദാറ്റ് വാസ് renin angiotensin aldosterone സിസ്റ്റം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് renin angiotensin aldosterone സിസ്റ്റം? എന്താ? ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യിക്കുക. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. റെഗുലേറ്റിംഗ് ദ ബ്ലഡ് പ്രഷർ, promoting glucose metabolism, enhancing respiratory function and controlling muscle contraction. Option answer ഏതാ? regulating the blood pressure, option A. Answer നോക്കി. The primary function of the renin angiotensin system is to regulate the blood pressure. അല്ലേ? Yes, correct ആണ്. It does so by controlling the constriction and dilation of blood vessels and by modulating the volume of blood in the circulatory system. ഓക്കെ, അപ്പൊ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് ബ്ലഡ് പ്രഷർ കൂടുന്നതെന്ന് പറഞ്ഞു. അതന്നെയാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വെൻ ദ ബ്ലഡ് പ്രഷർ ഡ്രോപ്സ്, ബ്ലഡ് പ്രഷർ ഡ്രോപ്പ് ആവുമ്പോൾ, ബ്ലഡ് പ്രഷർ കുറവാകുമ്പോൾ ദ റിലീസ് ഓഫ് റെനിൻ ഫ്രം ദ കിഡ്നി, ഞാൻ പറഞ്ഞു, ഇനിഷ്യേറ്റ്സ് എ കസ്കേഡ് ഓഫ് റിയാക്ഷൻ ദാറ്റ് ലീഡ്സ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് angiotensin 2. അത് എങ്ങനെയാണെന്ന് നമ്മളിപ്പോ പറഞ്ഞു. which causes vasoconstriction and an increase in blood pressure. അപ്പം angiotensin 2 റിലീസ് ചെയ്യും, അതിന്റെ ആക്ഷൻസ് വഴി ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. സോ ദാറ്റ് ഇസ് ദ ആൻസർ. അപ്പൊ നമ്മൾ renin angiotensin aldosterone സിസ്റ്റം പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which organ primarily secrete renin to initiate the renin angiotensin mechanism? ഇപ്പൊ നമ്മൾ പറഞ്ഞുള്ളൂ അല്ലെ. അതാ ഞാൻ പറഞ്ഞത്, ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ നമ്മൾ ആ ഏരിയ നമ്മൾ ഡെപ്ത് ആയിട്ട് പഠിക്കണം. ഓക്കെ, സോ ഏത് ഓർഗൻ ആണ് renin സെക്രീറ്റ് ചെയ്യുന്നത്? ഏത് ഓർഗൻ ആയിരുന്നു? സിമ്പിൾ. ലിവർ ആണോ? അല്ല. കിഡ്നി, ലങ്സ് അല്ല. ഏതാ? ഹാർട്ട്? അതുമല്ല. സോ ആൻസർ ഏതാ? ഇറ്റ് ഇസ് കിഡ്നി. Okay, so the primary organ responsible for secreting renin in the renin angiotensin mechanism is the kidneys. Kidneys ആണ് renin release ചെയ്യിക്കുന്നത്. ബ്ലഡ് പ്രഷർ ഡ്രോപ്പ് ആവുമ്പോൾ കിഡ്നി ആണ് ഇത് ഫസ്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നത്. സോ കിഡ്നി എന്ത് ചെയ്യുന്നു? renin റിലീസ് ചെയ്യിക്കുന്നു. Okay, so when the kidney sends a decrease in blood pressure, a decrease in sodium concentration in the filtrate. അതായത് എങ്ങനെയാണ് ബ്ലഡ് പ്രഷർ കിഡ്നി ഡിറ്റക്ട് ചെയ്യുന്നത്? നമ്മുടെ ഫിൽട്രേറ്റിൽ, കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഫിൽട്രേറ്റിൽ സോഡിയത്തിന്റെ എമൗണ്ട് കുറവാണ് എന്ന് ഡിറ്റക്ട് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് ബ്ലഡ് പ്രഷർ കുറവാണ്. അന്നേരം എന്ത് ചെയ്യും? ദേ വിൽ റിലീസ് renin into the bloodstream. ബ്ലഡ് സ്ട്രീമിലേക്ക് റെനിനെ റിലീസ് ചെയ്യിക്കും. renin then acts on angiotensinogen leading to the conversion of angiotensin 1 to angiotensin 2, which subsequently leads to the formation of angiotensin 2 and regulation of blood pressure. അതായത് സിമ്പിൾ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. renin എന്ത് ചെയ്യുന്നു? renin angiotensin-OGനെ angiotensin 1 ആക്കും. then ACE enzyme വരും. ACE enzyme angiotensin 1നെ angiotensin 2 ആക്കും. ഈ 2 ചെന്നിട്ട് ആക്ഷൻസ് തരും. ഓക്കെ, ദാറ്റ് ഈസ് about renin angiotensin aldosterone system. So ആദ്യം renin സെക്രീറ്റ് ചെയ്യുന്നത് ഏത് ഓർഗനിൽ നിന്നാണ്? കിഡ്നി എന്നാണ് അല്ലെ. Then next question. Which enzyme is responsible for converting angiotensin 1 to angiotensin 2 in the renin angiotensin aldosterone system? Again same part എന്നാണ് അല്ലെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് renin angiotensin aldosterone system വരയ്ക്കാം കേട്ടോ. Okay, so renin angiotensin aldosterone system, when there is a decrease in blood pressure, നമ്മുടെ കിഡ്നി ആര് റിലീസ് ചെയ്യിക്കും? renin റിലീസ് ചെയ്യിക്കും. നമ്മുടെ കിഡ്നിന്ന് renin റിലീസ് ചെയ്യിക്കുന്നു. this renin will convert angiotensinogen to എന്തായിട്ടാ കൺവേർട്ട് ചെയ്യുന്നത്? angiotensin 1. ഞാൻ ANG എന്ന് എഴുതുവാണ് കേട്ടോ. angiotensin-OGനെ angiotensin 1 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദിസ് angiotensin 1നെ നമ്മുടെ ACE enzyme, angiotensin converting enzyme വന്നിട്ട് angiotensin
2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ആൻജിയോടെൻസിൻ 2 എന്ത് ചെയ്യുന്നു? ആൻജിയോടെൻസിൻ 2-നാണ് ആക്ഷൻസ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ആൻജിയോടെൻസിൻ 2 എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്മുടെ അഡ്രീനൽ കോർട്ടെക്സിൽ നിന്നും ആൽഡോസ്റ്റിറോൺ റിലീസ് ചെയ്യിക്കുന്നു. ഈ ആൽഡോസ്റ്റിറോൺ എന്ത് ചെയ്യുന്നു? സോഡിയം ആൻഡ് വാട്ടറിനെ റീടെൻഷൻ നടത്തും. സോ അതുവഴി ബ്ലഡ് പ്രഷർ കൂടും. അപ്പൊ ഒരു ആക്ഷൻ നമ്മൾ പഠിച്ചു, ആൽഡോസ്റ്റിറോൺ സോഡിയം വാട്ടർ റിട്ടേൺ ചെയ്യും, ബ്ലഡ് പ്രഷർ കൂടും. ദെൻ പിന്നെ എന്താ ചെയ്യുന്നത്? ആൽഡോസ്റ്റിറോൺ ബ്ലഡ് വെസൽസിൽ ആക്ട് ചെയ്യും, ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്ട് ചെയ്യും, അതുവഴി ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് കൂടും, ബ്ലഡ് പ്രഷർ കൂടും. ദെൻ എന്ത് ചെയ്യുന്നു? അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിനെ റിലീസ് ചെയ്യിക്കുന്നു. അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ അഡ്രിനർജിക് റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്തിട്ട് ബ്ലഡ് വെസൽ കൺസ്ട്രിക്ട് ചെയ്തിട്ട് ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. ദിസ് ഇസ് റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം. നമുക്കറിയാലോ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. സോ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് എൻസൈം ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺവേർട്ടിംഗ് ആൻജിയോടെൻസിൻ 1 ടു ആൻജിയോടെൻസിൻ 2? ആൻജിയോടെൻസിൻ 1-നെ 2 ആയിട്ട് മാറ്റുന്ന എൻസൈം ഏതായിരുന്നു? ACE enzyme, angiotensin converting enzyme or ACE enzyme. നമുക്ക് ഓപ്ഷൻ പോലും നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻസ് എന്തൊക്കെയാ? ഓപ്ഷൻ എ റെനിൻ. റെനിൻ ആണോ? റെനിൻ എന്താ ചെയ്യുന്നത്? റെനിൻ റിലീസ് ചെയ്തിട്ട് ആൻജിയോടെൻസിൻ ഓജനെ ആൻജിയോടെൻസിൻ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യും. തിരിഞ്ഞു പോരുത് കേട്ടോ. സോ ഓപ്ഷൻ ബി ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. ദിസ് ഇസ് എ കറക്റ്റ് ആൻസർ. ദെൻ ഓപ്ഷൻ ഡി, ഓപ്ഷൻ സി ഈസ് ഗ്ലൂക്കഗോൺ. ഇതുമായിട്ട് യാതൊരു ബന്ധവും വരുന്നില്ല. ഓപ്ഷൻ ഡി ഈസ് നൈട്രിക് ഓക്സൈഡ് സിന്തേസ്. ഹിയർ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. ഓക്കെ, നമുക്ക് നോക്കാം rationale എന്താണെന്ന്. In the renin angiotensin system, angiotensin converting enzyme, that is ACE enzyme, is the enzyme responsible for the conversion of angiotensin 1 to angiotensin 2. അല്ലെ, angiotensin 1-നെ angiotensin 2 ആയിട്ട് മാറ്റുന്ന ആരാണ്? ACE enzyme, angiotensin converting enzyme. Angiotensin 1 is an inactive peptide. Angiotensin 1 inactive ആണ്, അതുകൊണ്ടാണ് ACE enzyme വന്നിട്ട് 2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. Is an inactive peptide. Angiotensin converting enzyme then play a crucial role in the converting angiotensin 1 to angiotensin 2, which is an active peptide. അപ്പോൾ ഏതാണ് active peptide? Angiotensin 2 is an active peptide with potent vasoconstricted property. അപ്പോൾ angiotensin 2-നാണ് vasoconstricted properties വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. angiotensin 2 റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്തിട്ടാണ് ആക്ഷൻസ് തരുന്നത്. അപ്പോൾ അതെവിടേക്കാ? ബ്ലഡ് വെസൽസിൽ പോവും. ബ്ലഡ് വെസൽസിന് ബൈൻഡ് ചെയ്തിട്ട് ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്ട് ചെയ്യും, ബി പി കൂട്ടും. ദെൻ നമ്മുടെ അഡ്രിനൽ കോർട്ടെക്സിൽ നിന്നും ആൽഡോസ്റ്റിറോൺ റിലീസ് ചെയ്യും, സോഡിയം വാട്ടർ റിട്ടൻഷൻ, ബി പി കൂട്ടും. അഡ്രിനാലിൻ നോറഡ്രിനാലിൻ റിലീസ് ചെയ്യും, ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് renin angiotensin aldosterone system. Another question we will discuss ചെയ്തു. Next question, how do ACE enzyme, that is angiotensin converting enzyme inhibitors, affect the blood pressure and cardiovascular function? അപ്പൊ നമ്മള് ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് പഠിച്ച എങ്ങനെയായിരുന്നു? ആദ്യം നമ്മൾ റാസ് പഠിച്ചു അല്ലെ, റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം നമ്മൾ പഠിച്ചു. അപ്പൊ അതിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്, അത് നമ്മൾ പഠിച്ചു. അതിനുശേഷം ഓരോ സ്റ്റെപ്പും ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് നമ്മൾ പഠിച്ചു അല്ലെ. റെനിൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് നമ്മൾ പഠിച്ചു. ദെൻ ACE ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് നമ്മൾ പഠിച്ചു. ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ അൽഡോസ്റ്റിറോണെ ബ്ലോക്ക് ചെയ്യുന്ന ഡയൂറിറ്റിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. സോ അങ്ങനെ നമ്മൾ പഠിച്ചു. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സ്, ACE ഇൻഹിബിറ്റേഴ്സ് എങ്ങനെയാണ് ബ്ലഡ് പ്രഷർ ആൻഡ് കാർഡിയോവാസ്കുലർ ഫംഗ്ഷനിൽ അഫക്ട് ചെയ്യും? സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. They promote vasoconstriction and increase in blood pressure. Vasoconstriction നടത്തി ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. നമുക്ക് ഓപ്ഷൻസ് വായിച്ചിട്ട് നോക്കാം കേട്ടോ. They block the conversion of angiotensin 1 to angiotensin 2, leading to vasodilation and reduced blood pressure. Correct ആണോ? ആണല്ലേ. Angiotensin converting enzyme will block the conversion of angiotensin 1 to angiotensin 2. Angiotensin 1 angiotensin 2 ആക്കി മാറ്റുന്ന എൻസൈം ആണ് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം എന്ന് പറയാം. അപ്പൊ ACE ഇൻഹിബിറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ACE എൻസൈമിനെ ബ്ലോക്ക് ചെയ്യും അല്ലെ. സോ ക്വസ്റ്റ്യൻ ജസ്റ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. Okay, so ACE inhibitors ആണ് എന്ത് ചെയ്യുന്നത്? They will block, ACE inhibitor drugs will block the conversion of angiotensin 1 to angiotensin 2, leading to vasodilation and reduced blood pressure. നമുക്ക് ആൻസർ കിട്ടി കഴിഞ്ഞു. Then next question, they stimulate the aldosterone production, which increases the sodium and water retention.
നമ്മൾ എയ്സിനെ പറ്റിയല്ല ചോദിക്കുന്നത്, എയ്സ് ഇൻഹിബിറ്റഡ് ഡ്രഗ്സ് ആണ് അല്ലെ. എയ്സ് ഇൻഹിബിറ്റഡ് ഡ്രഗ്സ് പോയിട്ട് അൽഡോസ്റ്റിറോൺ പ്രൊഡക്ഷൻ കൂട്ടുവാണോ ചെയ്യുന്നത്? അല്ല, അൽഡോസ്റ്റിറോൺ പ്രൊഡക്ഷൻ ഒക്കെ നിന്ന് നമുക്ക് ബ്ലഡ് പ്രഷർ കുറയുവാണ് വേണ്ടത്. അപ്പൊ അവർക്ക് അൽഡോസ്റ്റിറോണിൽ ആക്ഷൻ ഒന്നും വരുന്നില്ല. അവർ എന്താ ചെയ്യുന്നത്? ആൻജിയോടെൻസിൻ 1 ആൻജിയോടെൻസിൻ 2 ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ACE എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഓപ്ഷൻ ഡി, they enhance the release of renin which increases the angiotensin 2 level and blood pressure. അതും മിസ്റ്റേക്ക് ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. അപ്പൊ നമുക്ക് റാഷണൽ എന്താ പറഞ്ഞേക്കുന്നത്? ACE inhibitors are the medication that block the activity of angiotensin converting enzyme which is responsible for the conversion of angiotensin 1 to angiotensin 2. മനസ്സിലായി? ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ആണ് ആൻജിയോടെൻസിൻ 1 2 ആയിട്ട് മാറ്റുന്നത്. അപ്പൊ ബൈ ഇൻഹിബിറ്റിംഗ് ദിസ് കൺവേർഷൻ ACE inhibitors reduce the levels of angiotensin 2 in the body. അപ്പൊ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമിനെ ഇൻഹിബിറ്റഡ് ആവുമ്പോഴേക്കും ബോഡിയിൽ ആൻജിയോടെൻസിൻ 2 എമൗണ്ട് കുറയുന്നു. അപ്പൊ ആൻജിയോടെൻസിൻ 2 is a potent vasoconstrictor ആണ്. നമ്മൾ ആക്ഷൻസ് പഠിച്ചു. സോ ലോവർ ലെവൽസ് ഓഫ് ഇറ്റ് can result in vasodilation and reduced blood pressure. These drugs are commonly used to treat hypertension. അപ്പോൾ നമ്മൾ ഹൈപ്പർടെൻഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ക്ലാസ് ഓഫ് ഡ്രഗ് ആണ്. ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആണ് നമ്മുടെ ACE inhibitors എന്ന് പറയുന്നത്. And can have a beneficial effects on cardiovascular function and decreasing the workload on the heart and reducing the risk of cardiovascular effects. അപ്പോൾ ഹൈപ്പർടെൻഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ACE inhibitors കൊടുക്കും. So which are the examples of ACE inhibitors? ഏതൊക്കെയായിരുന്നു? നമ്മൾ എങ്ങനെയാ പഠിച്ച ACE inhibitorsന്റെ എക്സാമ്പിൾസ്? The drugs which ends in prils. Alle examples is captopril, enalapril, ramipril, lisinopril. കുറെ ഡ്രഗ്സ് ഉണ്ട്. ജസ്റ്റ് ഇവിടെ എക്സാമ്പിൾസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, സോ പ്രിൽസ് ആണ് ACE ഇൻഹിബിറ്റേഴ്സ് പറയുന്നത്. ക്യാപ്റ്റോപ്രിൽ, എനലാപ്രിൽ, റാമിപ്രിൽ, ലിസിനോപ്രിൽ, പെരിൻഡോപ്രിൽ, അങ്ങനെ കുറെ ഡ്രഗ്സ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് നോക്കി. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the primary function of renin angiotensin aldosterone system? Again, RAS എന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുവാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ renin angiotensin aldosterone സിസ്റ്റം തറോ ആയിട്ട് പഠിച്ചിരിക്കും. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എന്താണ് RAS സിസ്റ്റത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയാം? To directly increase the blood pressure. Blood pressure directly increase ചെയ്യുക. To stimulate the release of aldosterone. Aldosterone release stimulate ചെയ്യുക. To inhibit the angiotensin 2 production. Angiotensin 2 production inhibit ചെയ്യുക. To promote vasodilation. ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മൾ നോക്കാം. ഡയറക്ട്ലി ബ്ലഡ് പ്രഷർ RAS സിസ്റ്റം ഡയറക്ട്ലി ഇൻക്രീസ് ചെയ്യുവാണോ ചെയ്യുന്നത്? അല്ല, റെനിൻ റിലീസ് ചെയ്ത് ഡയറക്ട്ലി റെനിൻ ഇൻക്രീസ് ചെയ്യുവല്ല ചെയ്യുന്നത് അല്ലെ. ഒരു കാസ്കേഡ് ഓഫ് റിയാക്ഷൻസ് ഉണ്ടെന്ന് നമ്മളിപ്പോ പറഞ്ഞു. ആൻഡ് ടു സ്റ്റിമുലേറ്റ് ദ റിലീസ് ഓഫ് അൽഡോസ്റ്റിറോൺ. യെസ്, ദാറ്റ് ഇസ് എ കറക്റ്റ് ആൻസർ. കാരണം RAS സിസ്റ്റം വഴി അറ്റ് ദ എൻഡ് അൽഡോസ്റ്റിറോൺ റിലീസ് ആവും. ഈ അൽഡോസ്റ്റിറോൺ വഴിയാണ് ഓരോ ആക്ഷൻസ് നമുക്ക് തരുന്നത് അല്ലെ. ആൻജിയോടെൻസിൻ 2 റിസപ്റ്റേഴ്സ് അൽഡോസ്റ്റിറോൺ ആൻജിയോടെൻസിൻ 2 റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്തിട്ടും ആൽഡോസ്റ്റിറോണിന്റെ റെസ്പോൺസ് വഴിയാണ് നമുക്ക് ആക്ഷൻസ് കിട്ടുന്നത്. ആൽഡോസ്റ്റിറോൺ സോഡിയം വാട്ടർ റിട്ടൻഷൻ നടത്തും ആൻഡ് ബാക്കിയുള്ള ആക്ഷൻസ് നമുക്കറിയാലോ. സോഡിയം വാട്ടർ റിട്ടേൺ ചെയ്യുമ്പോഴേക്കും കാർഡിയക് ഔട്ട്പുട്ട് കൂടും, ഹാർട്ട് റേറ്റ് കൂടും, ബ്ലഡ് പ്രഷർ കൂടും. അപ്പൊ നമുക്ക് നോക്കാം. ബി ഈസ് എ കറക്റ്റ് ആൻസർ. Renin is an enzyme produced by the kidneys in response to various signals including low blood pressure or low sodium level. Its primary function in the RAS is to trigger the release of aldosterone. അപ്പൊ എന്താ പറഞ്ഞേ? The primary function of this RAS system is to trigger the release of aldosterone from the adrenal glands. Adrenal glands in the cortex il ninnum aldosterone release cheyunu. Aldosterone is a hormone that plays a crucial role that regulating sodium and water balance in the body. Appo body ile sodium and water balance regulate cheyyunnathu aldosterone ennu parayna hormone aanu alle. So aldosterone റിലീസ് ചെയ്യപ്പെടുന്ന അൽഡോസ്റ്റിറോണിന്റെ റിലീസിനെ എൻഹാൻസ് ചെയ്യുവാണ് നമ്മുടെ RAS സിസ്റ്റം ചെയ്യുന്നത്. When renin stimulates aldosterone production, അപ്പോൾ renin കാരണം aldosterone production നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? It leads to the increased reabsorption of sodium in the kidneys. അപ്പോൾ aldosterone റിലീസ് ചെയ്യുമ്പോഴേക്കും സോഡിയത്തിന്റെ റീഅബ്സോർപ്ഷൻ കൂടും. സോഡിയം റീഅബ്സോർബ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വാട്ടറും റീഅബ്സോർബ് ചെയ്യും. ഇപ്പോൾ സോഡിയവും വാട്ടറും റീഅബ്സോർബ് ചെയ്യുവാണ്, നമ്മുടെ ബ്ലഡ് വോളിയം കൂടുവാണ്, കാർഡിയക് ഔട്ട്പുട്ട് കൂടുവാണ് ആൻഡ് ഡിയർബൈ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യപ്പെടും. ഓക്കെ, സോ വാട്ട് ഇസ് ദ മെയിൻ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈമറി മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ട്ലി ആൽഡോസ്റ്റിറോൺ റിലീസിനെ ഇൻക്രീസ് ചെയ്യിക്കുന്നു.
Okay, so നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following best describes the role of aldosterone in the renin-angiotensin-aldosterone system? Aldosterone role എന്താണ്? നമുക്ക് നോക്കാം. It causes vasodilation to reduce blood pressure. ആണോ? Aldosterone blood pressure increase ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? Then it directly increases the heart rate. Directly heart rate increase ചെയ്യുന്നു. നമുക്ക് കൺഫ്യൂഷൻ ആയി. So നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. It promote the excretion of sodium in the urine. യൂറിൻ വഴി സോഡിയത്തിന്റെ എക്സ്ക്രീഷൻ കൂടുന്നു. സോഡിയത്തിന്റെ എക്സ്ക്രീഷൻ കൂടിക്കഴിഞ്ഞാൽ വാട്ടറിന്റെ എക്സ്ക്രീഷനും കൂടുതൽ. ഇപ്പൊ വാട്ടറിന്റെ എക്സ്ക്രീഷൻ കൂടിക്കഴിഞ്ഞാൽ BP വീണ്ടും ലോ ആവത്തേ ഉള്ളൂ. നമുക്ക് BP ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റാസ് സിസ്റ്റം BP ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി, ഇറ്റ് ഇൻക്രീസസ് ദ സോഡിയം ആൻഡ് വാട്ടർ റിട്ടൻഷൻ ബൈ ദ കിഡ്നി. ഇതാണ് ആൻസർ അല്ലേ? സോഡിയം വാട്ടർ റിട്ടൻഷൻ കൂട്ടും. ഇപ്പൊ സോഡിയം റിട്ടേൺ ചെയ്യുമ്പോഴേക്കും വാട്ടറും റിട്ടേൺ ചെയ്യും. സോ ബ്ലഡ് വോളിയം കൂടും, കാർഡിയാക് ഔട്ട്പുട്ട് കൂടും, ബ്ലഡ് പ്രഷർ കൂടും. Okay, so D is the correct answer. Rationale എന്താണ്? Aldosterone is a hormone released in response to the activation of RAS. നമുക്കറിയാം. Primarily stimulated by renin. First stimulated ആവുന്നത് renin stimulated ആവുന്നത് കൊണ്ടാണ് at the end aldosterone release ആവുന്നത്. Its main role is to increase the reabsorption of sodium in the distal tubules of kidney. The main function എന്താണ്? സോഡിയത്തിന്റെ റീഅബ്സോർപ്ഷൻ എൻഹാൻസ് ചെയ്യുക. എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ് ഉണ്ടല്ലോ, നമുക്കറിയാം. നെഫ്രോൺസ് ഉണ്ട്, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ്, ലൂപ്പ് ഓഫ് ഹെൻലി, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ് ആൻഡ് കളക്ടിംഗ് ഡക്ട്. ഇതാണ് ഒരു പാർട്ട് വരുന്നത്. അതിൽ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസിലാണ് നമ്മുടെ അൽഡോസ്റ്റിറോൺ ആക്ടിവിറ്റി തരുന്നത്. Which in turn helps to raise the blood volume and blood pressure. Therefore, option D is the most accurate description of aldosterone in RAS system. Answer clear alle? So, appo namukku ee oru question endoru ഏതൊരു ഇൻഫർമേഷൻ കൂടെ കിട്ടിയാലേ എന്താ aldosterone ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലാണ് ആക്ട് ചെയ്യുന്നത്. Okay, next question. Which of the following best describes the role of angiotensin receptors in the angiotensin mechanism? Angiotensin mechanism, നമ്മുടെ RAS renin angiotensin systemത്തിൽ angiotensin receptorന് എന്ത് ഫംഗ്ഷൻ ആണുള്ളത്? നമ്മൾ renin angiotensin system നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? angiotensin 1നെ 2 ആയിട്ട് മാറും. ഈ 2 ആണ്, ഈ 2 പോയി 2 റിസപ്റ്റേഴ്സിൽ angiotensin 2 റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ആക്ഷൻസ് തരുന്നത്. അപ്പൊ angiotensin 2 റിസപ്റ്റർ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? അഡ്രീനൽ കോർട്ടെക്സിൽ പോയി ബൈൻഡ് ചെയ്യുന്നു, അൽഡോസ്റ്റിറോൺ റിലീസ് ചെയ്യുന്നു, ആൻഡ് അൽഡോസ്റ്റിറോൺ ആക്ഷൻ കിട്ടുന്നു. വേറെ ആക്ഷൻ എന്താ? ആൻജിയോടെൻസിൻ 2 ഡയറക്ട്ലി ബ്ലഡ് വെസൽസിലുള്ള റിസപ്റ്റേഴ്സിൽ പോയി ബൈൻഡ് ചെയ്യുന്നു, ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്ട് ചെയ്യുന്നു, ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, ആൻഡ് തേർഡ് ആക്ഷൻ എന്തായിരുന്നു? അഡ്രിനാലിൻ നോറഡ്രിനാലിൻ റിലീസ് ചെയ്യുന്നു, ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ റോൾ ഓഫ് ആൻജിയോടെൻസിൻ റിസപ്റ്റേഴ്സ് ഇൻ renin angiotensin system? ആൻജിയോടെൻസിൻ റിസപ്റ്ററിന്റെ റോൾ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ആൻജിയോടെൻസിൻ റിസപ്റ്റേഴ്സ് ആർ primarily found in the kidney and helps to regulate the renin production. കറക്റ്റ് ആണോ? അല്ല. ആൻജിയോടെൻസിൻ റിസപ്റ്റേഴ്സ് കിഡ്നിയിലാണോ ഉള്ളത്? അല്ല, ആൻജിയോടെൻസിൻ റിസപ്റ്റേഴ്സ് കിഡ്നിയിൽ ഇല്ല. ആൻജിയോടെൻസിൻ റിസപ്റ്റേഴ്സ് അല്ല റെനിൻ പ്രൊഡക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി, ആൻജിയോടെൻസിൻ റിസപ്റ്റേഴ്സ് ഇൻഹിബിറ്റ് ദ റിലീസ് ഓഫ് റെനിൻ ഇൻ റെസ്പോൺസ് ടു ലോ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ കുറയുമ്പോൾ ആൻജിയോടെൻസിൻ 2 റിസപ്റ്റേഴ്സ് റെനിന്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഒരിക്കലും അല്ല. ബ്ലഡ് പ്രഷർ കുറയുമ്പോൾ റെനിന്റെ റിലീസ് കൂടുകയാണ് ചെയ്യുന്നത്. അതിന് ആൻജിയോടെൻസിൻ 2 റിസപ്റ്റേഴ്സുമായിട്ടൊരു ബന്ധമില്ല. ഓപ്ഷൻ സി, ആൻജിയോടെൻസിൻ സി റിസപ്റ്റേഴ്സ് മീഡിയേറ്റ് ദ ഫിസിയോളജിക്കൽ ഇഫക്ട്സ് ഓഫ് ആൻജിയോടെൻസിൻ 2 സച്ച് ആസ് വാസോകൺസ്ട്രിക്ഷൻ ആൻഡ് അൽഡോസ്റ്റിറോൺ റിലീസ്. യെസ്, ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ അല്ലേ? ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ ആണ് ആൻജിയോടെൻസിൻ 2ന്റെ ആക്ഷൻസ്, അതായത് വാസോ കൺസ്ട്രിക്ഷനും അൽഡോസ്റ്റിറോൺ റിലീസിനെയും മീഡിയേറ്റ് ചെയ്യുന്നത്. സോ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി എന്തായിരുന്നു? ആൻജിയോടെൻസിൻ റിസപ്റ്റേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ കൺവേർഷൻ ഓഫ് ആൻജിയോടെൻസിനോജൻ ടു ആൻജിയോടെൻസിൻ 1 ആണോ? ഒരിക്കലും അല്ല. ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമ്മുടെ റെനിൻ ആയിരുന്നു. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. So angiotensin receptors, especially 81 receptors, play a crucial role in the renin-angiotensin mechanism. When angiotensin 2 binds to these receptors, angiotensin 2 ആണ് receptors ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത്. It triggers various physiological effects including vasoconstriction. എന്തൊക്കെ effects ആ വരുന്നത്? vasoconstriction നടക്കും, അതുവഴി ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും, ആൻഡ് റിലീസ് ഓഫ് അൽഡോസ്റ്റിറോൺ. അപ്പൊ അതുവഴി എന്ത് ചെയ്യും? സോഡിയം വാട്ടർ റിട്ടൻഷൻ കൂടും, ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. This response helps to regulate the blood pressure and fluid balance.
ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടി പഠിച്ചു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Inhibitors of which enzyme can directly target the first step of the renin-angiotensin mechanism to decrease the production of angiotensin 1? അപ്പൊ നമ്മൾ ഇത് മുതൽ നമ്മുടെ ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സിലേക്ക് കയറുവാണ് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ? ഇൻഹിബിറ്റർ ഓഫ് വിച്ച് എൻസൈം ക്യാൻ ഡയറക്ട്ലി ടാർഗറ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ മെക്കാനിസം. മെക്കാനിസം എന്താ? റാസ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഏത് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടാ? റെനിൻ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ് അല്ലെ? നമുക്ക് ഓപ്ഷൻ പോലും നോക്കേണ്ടി വന്നില്ല. അപ്പൊ നമുക്ക് റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം അറിയാം. ഫസ്റ്റ് റെനിൻ റിലീസ് ചെയ്യും. ഈ റെനിൻ ആണ് ആൻജിയോടെൻസിൻ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് റെനിനെ തന്നെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് പറ്റും. സോ ഓപ്ഷൻസ് എന്തൊക്കെയാ? ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ, അൽഡോസ്റ്റിറോൺ സിന്തേസ്, റെനിൻ, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. അപ്പൊ ആൻസർ ഏതാ? റെനിൻ അല്ലെ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെനിൻ റിലീസ്. അപ്പൊ റെനിനെ ഇൻഹിബിറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്പുകളെല്ലാം ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ renin inhibitors directly target the first step of the renin-angiotensin mechanism by inhibiting the activity of renin, which is responsible for the conversion of ബാക്കി നമുക്കറിയാം. റെനിൻ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആൻജിയോടെൻസിൻ ഓജനെ ആൻജിയോടെൻസിൻ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആൻജിയോടെൻസിൻ 1 ആൻജിയോടെൻസിൻ 2 ആയിട്ട് ഏസ് എൻസൈം കൺവേർട്ട് ചെയ്യും. ഈ ആൻജിയോടെൻസിൻ 2 ആക്ഷൻസ് തരും. ഓക്കെ, അപ്പൊ നമ്മളെ റെനിൻ ആണ് ആൻസർ എന്ന് നമുക്ക് കണ്ടുപിടിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പിനെ ബ്ലോക്ക് ചെയ്യുന്നത് റെനിനെ ബ്ലോക്ക് ചെയ്താൽ വഴി നമുക്ക് കിട്ടും. സോ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നോക്കാം. ഫസ്റ്റ് അതിനു മുന്നേ റെനിൻ ഇൻഹിബിറ്റേഴ്സ് ഏതൊക്കെയാണ്? റെനിൻ ഇൻഹിബിറ്റേഴ്സ് ഡ്രഗ്സ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? സോ റെനിൻ ഇൻഹിബിറ്റേഴ്സ് ആയിട്ട് വരുന്ന ഏതാ? ആലിസ്കിരൺ ഡ്രഗ്സ് ആണ് റെനിൻ ഇൻഹിബിറ്റേഴ്സ്, ആലിസ്കിരൺ. ദെൻ ബാക്കിയുള്ള നോക്കാം. ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ഏതൊക്കെയായിരുന്നു? സാർട്ടൻസ് അല്ലെ? ലോ സാർട്ടൻ, ടെൽമി സാർട്ടൻ പോലെയുള്ള സാർട്ടൻസിൽ എൻഡ് ചെയ്യുന്ന ഡ്രഗ് ആണ് ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ് എന്ന് പറയാം. ദെൻ അൽഡോസ്റ്റിറോൺ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് ഏതൊക്കെയാ? സ്പൈറനോലാക്ടോൺ, എമിലോറൈഡ്, ട്രയാംതറിൻ പോലുള്ള ഡ്രഗ്സ്. ആൻഡ് ACE ഇൻഹിബിറ്റേഴ്സ് നമ്മൾ നേരത്തെ പറയുന്നു. ACE ഇൻഹിബിറ്റേഴ്സ് പറയുമ്പോൾ ഏതൊക്കെയാ? പ്രിൽസ് അല്ലെ? ക്യാപ്റ്റോപ്രിൽ, എനലാപ്രിൽ, റാമിപ്രിൽ, ലിസിനോപ്രിൽ പോലുള്ള ഡ്രഗ്സ്. അപ്പൊ അതാ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ്, ദാറ്റ് ഇസ് സാർട്ടൻസ്, ആൻഡ് അൽഡോസ്റ്റിറോൺ സിന്തേസ് ഇൻഹിബിറ്റർ എക്സാമ്പിൾ സ്പൈറനോലാക്ടോൺ ആക്ട് ഡൗൺ സ്ട്രീം ഇൻ ദ പാത്വേ. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ല, താഴോട്ടുള്ള സ്റ്റെപ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ACE ഇൻഹിബിറ്റേഴ്സ് ടാർഗറ്റ് ദ കൺവേർഷൻ ഓഫ് ആൻജിയോടെൻസിൻ 1 ടു ആൻജിയോടെൻസിൻ 2. ACE ഇൻഹിബിറ്റേഴ്സ് ആണ് ആൻജിയോടെൻസിൻ 1നെ 2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു ഒറ്റ ഡ്രഗ് വഴി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടി നോക്കേ? ഡ്രഗ്സിന്റെ എല്ലാം പേര് നമ്മൾ പഠിച്ചു അല്ലേ? Then next question, which class of first line antihypertensive indications primarily works by blocking the effects of hormone angiotensin 2 leading to the vasodilation and reduced blood pressure? Angiotensin 2ന്റെ ഇഫക്റ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന പ്രൈമറിലി ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസ് ഏതാണ്? ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. ആൻജിയോടെൻസിൻ 2ന്റെ ആൻജിയോടെൻസിൻ 2 ഇഫക്റ്റ് വരാണ്ട് അതിനെ ബ്ലോക്ക് ചെയ്യുന്ന പ്രൈമറി ഫസ്റ്റ് ലൈൻ ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസ് ഏതാണ്? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസ് ആണ് നമുക്ക് മനസ്സിലായി. ക്വസ്റ്റ്യൻ ഫസ്റ്റ് ലൈൻ ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസ് ആണ് നമുക്ക് മനസ്സിലായി. അപ്പൊ ക്ലാസ് കണ്ട ഒരാൾക്ക് ആൻസർ കിട്ടും. വിച്ച് ആർ ദ ഫസ്റ്റ് ലൈൻ ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസ്? ഏതൊക്കെയാ നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് ലൈൻ ആയിട്ട്? ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആയിട്ട് കൊടുക്കുന്നത് ഏതൊക്കെയാ? ACE ഇൻഹിബിറ്റേഴ്സ് നമ്മൾ കൊടുക്കും. ദെൻ ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് കൊടുക്കും. ദെൻ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് കൊടുക്കും. ആൻഡ് തയസൈഡ് ഡയൂററ്റിക്സ് കൊടുക്കും അല്ലെ? അപ്പൊ ഇത്രയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ലൈൻ ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസ് എന്ന് പറയുന്ന. ബീറ്റ ബ്ലോക്കേഴ്സ് ഓൾസോ ഹിയർ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലൈൻ ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസി ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. ക്ലാസ് കണ്ടിട്ട് വന്ന ഒരാൾക്ക് പെട്ടെന്ന് കത്തിക്കാണും. ACE ഇൻഹിബിറ്റേഴ്സ്, ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, തയസൈഡ് ഡയൂററ്റിക്സ്, ബീറ്റ ബ്ലോക്കേഴ്സ് ആണ് പ്രൈമറി ഫസ്റ്റ് ലൈൻ ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസ് എന്ന് പറയാം. നമ്മുടെ ക്വസ്റ്റൻ എന്താ? ഫസ്റ്റ് ലൈൻ ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസ് ആണ് വിച്ച് ദാറ്റ് വിൽ ബ്ലോക്ക് ദ ഇഫക്ട് ഓഫ് ദ ഹോർമോൺ ആൻജിയോടെൻസിൻ 2. ആൻജിയോടെൻസിൻ 2 ഉണ്ടാവാണ്ട് ബ്ലോക്ക് ചെയ്യുന്നത് ഏതാ?
ആൻസറിലേക്ക് വരാം. നമ്മൾ കറക്റ്റ് നമുക്ക് കിട്ടും ACE ഇൻഹിബിറ്റേഴ്സ്. ACE ഇൻഹിബിറ്റേഴ്സ് ആണ് ആൻജിയോടെൻസിൻ 2 ഉണ്ടാകുന്ന പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് അല്ലെ, which will inhibit the conversion of angiotensin 1 to angiotensin 2, that is by ACE inhibitors. So that is a first line drug ആണെന്ന് നമുക്കറിയാം. So answer is angiotensin converting enzyme inhibitors. എന്താ rationale പറഞ്ഞിരിക്കുന്നത്? ACE inhibitors are a class of antihypertensive medication that works by inhibiting the conversion of angiotensin 1 to angiotensin 2. നമുക്കറിയാം അല്ലേ, this leads to അപ്പോൾ എന്ത് സംഭവിക്കും? vasoconstriction നടക്കുന്നതിനടുത്ത് vasodilation നടക്കും. So this leads to vasodilation and decrease in blood pressure. ACE inhibitors are considered as a first-line agents for hypertension, especially in patients with a certain comorbid conditions such as heart failure and diabetes. ഇപ്പോൾ ഈ diabetes and heart failure ഒക്കെ ഉള്ള പേഷ്യൻസിൽ നമ്മൾ first-line agents ആയിട്ട് കൊടുക്കുന്നത് ACE inhibitors ആണ്. ഓക്കെ, ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ലൈൻ ഏജൻസ് ഏതൊക്കെയാന്ന് പഠിച്ചു. ആൻഡ് എന്തായിരുന്നു എക്സാമ്പിൾസ് ഓഫ് ACE inhibitors? പ്രിൽസ്, ക്യാപ്റ്റോപ്രിൽ, എനലാപ്രിൽ പോലുള്ള ഡ്രഗ്സ്. ഇപ്പൊ ബീറ്റ ബ്ലോക്കേഴ്സിന് എക്സാമ്പിൾ ഏതായിരുന്നു? ബീറ്റ ബ്ലോക്കേഴ്സ് പറയുമ്പോൾ ഓളിൽ അവസാനിക്കുന്ന അല്ലെ, പ്രോപ്രാനലോൾ, മെറ്റോപ്രലോൾ പോലുള്ള ഡ്രഗ്സ്. ദെൻ ഡയൂറിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അറിയാം. കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, തൈസൈഡ് ഡയൂറിറ്റിക്സ് ഉണ്ട്, ലൂപ്പ് ഡയൂറിറ്റിക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് പറയുമ്പോൾ ഏതാ? ഡിപ്പിൻസ്, നിഫിഡിപ്പിൻ, ഫെലോഡിപ്പിൻ, അമലോഡിപ്പിൻ പോലുള്ള ഡ്രഗ് നമ്മുടെ ACE ഇൻഹിബിറ്റേഴ്സ് റിലീസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് കേട്ടോ. ജസ്റ്റ് ആൻസർ മാത്രം നോക്കി പോയിട്ട് ബാക്കിയുള്ള 4 ഓപ്ഷൻസിനും നമ്മൾ 4 ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ച് പഠിക്കാം. Then next question. Which of the following is a common class of diuretic used as anti-hypertensive agents? Anti-hypertensive agent ആയിട്ട് യൂസ് ചെയ്യുന്ന ഡയൂറിറ്റിക് ഏതാണ്? അപ്പൊ നമ്മള് തൊട്ട് മുന്നത്തെ സ്ലൈഡ് പറഞ്ഞതേ ഉള്ളൂ. ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസിന്റെ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് നമ്മൾ പഠിച്ചിരുന്നു. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, ACE ഇൻഹിബിറ്റേഴ്സ്, ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ആൻഡ് എന്ത് ഡയൂറിറ്റിക്സ് ആയിരുന്നു? തയസൈഡ് ഡയൂറിറ്റിക്സ് അല്ലെ. നമ്മള് ഓപ്ഷൻസ് നോക്കാണ്ട് തന്നെ നമുക്ക് ആൻസർ കിട്ടി. സോ ഡയൂറിറ്റിക്സ് ഈ ക്വസ്റ്റ്യൻ ട്രിക്കിയാണ് ശരിക്കും. എന്തായാലും ചോദിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമൺ ക്ലാസ് ഓഫ് ഡയൂറിറ്റിക്? ഡയൂറിറ്റിക് ഏതാണ് എന്ന് നോക്കിയാൽ തന്നെ ഓപ്ഷൻസ് തന്നെ നമുക്ക് ഡയൂറിറ്റിക് എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് തയസൈഡ് ഡയൂറിറ്റിക്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഏതൊക്കെയാ? ബീറ്റ ബ്ലോക്കേഴ്സ് ഉണ്ട് ആൻസർ ഓപ്ഷൻസിൽ. ബീറ്റ ബ്ലോക്കേഴ്സ്, ACE ഇൻഹിബിറ്റേഴ്സ്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, തയസൈഡ് ഡയൂറിറ്റിക്. സോ ആൻസർ ഇസ് തയസൈഡ് ഡയൂറിറ്റിക്. ഓക്കെ, അപ്പൊ തയസൈഡ് ഡയൂറിറ്റിക്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? ഹൈഡ്രോക്ലോറോതയസൈഡ്, ക്ലോർതയസൈഡ്, ക്ലോർതാലിഡോൺ ഒക്കെയാണ് വരുന്നത്. Then നമുക്ക് rationale നോക്കാം. Thiazide diuretics are often prescribed as anti-hypertensive medication due to their ability to reduce the blood volume by increasing the urine output. ഇപ്പൊ urine output കൂട്ടിയാണ് thiazide diuretics blood pressure reduce ചെയ്യുന്നത്. They are commonly used to treat the hypertension by reducing the fluid in the circulatory system which lowers the blood pressure. മനസ്സിലായോ? അതായത് ഡയൂറിറ്റിക്സ് എങ്ങനെയാണ് ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നത്? ഡയൂറിറ്റിക്സ് യൂറിൻ ഔട്ട്പുട്ട് കൂട്ടും, യൂറിൻ പുറത്തേക്ക് പോകുന്ന എമൗണ്ട് കൂട്ടും. യൂറിൻ കൂടുമ്പോൾ ബ്ലഡ് വോളിയം കുറയും, ബ്ലഡ് വോളിയം കുറയുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് കുറയും, കാർഡിയാക് ഔട്ട്പുട്ട് കുറയുമ്പോൾ ബ്ലഡ് പ്രഷർ കുറയും. ഇൻഡയറക്ട്ലി ആണ് ആക്ട് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. Then here also thiazide diuretics act ചെയ്യുന്നത് distal convoluted tubule ആണ് കേട്ടോ, അതുകൂടി ഓർത്ത് വെക്കുക. Then next question, how do diuretics lowering the blood pressure as a part of antihypertensive therapy? സിമ്പിൾ, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് കിട്ടിയതാണ് അല്ലെ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ദേ ബ്ലോക്ക് ദ ഇഫക്റ്റ് ഓഫ് ആൻജിയോടെൻസിൻ 2 ആണോ? ആൻജിയോടെൻസിൻ 2ന്റെ ഇഫക്റ്റിനെ ബ്ലോക്ക് ചെയ്യുന്നത് ACE ഇൻഹിബിറ്റേഴ്സ് ആയിരുന്നു. ദേ റിലാക്സ് ദ ബ്ലഡ് വെസൽ വാൾ, ബ്ലഡ് വെസൽ വാളിനെ റിലാക്സ് ചെയ്യുന്നത് ഡയൂറിറ്റിക്സ് അല്ല, നമ്മൾ വാസോഡയലിറ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി തന്നെ പിന്നീട് പഠിക്കുന്നുണ്ട്. ദെൻ ദേ ഇൻക്രീസ് ദ സോഡിയം ആൻഡ് വാട്ടർ റിട്ടൻഷൻ. സോഡിയം വാട്ടറിനെ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബ്ലഡ് പ്രഷർ വീണ്ടും കൂടത്തേ ഉള്ളൂ. അപ്പൊ ഇൻക്രീസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, they reduce the blood volume by increasing the urine output. അല്ലെങ്കിൽ sodium water retention അവോയ്ഡ് ചെയ്ത് ഒരു സോഡിയം വാട്ടർ എക്സ്ക്രീഷൻ കൂട്ടിയിട്ട് യൂറിൻ ഔട്ട്പുട്ട് കൂടിയിട്ട് ബ്ലഡ് വോളിയം കുറയ്ക്കും, thereby ബ്ലഡ് പ്രഷർ കുറയ്ക്കും. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി വഴിയാണ് നമ്മുടെ ഡയൂറെറ്റിക്സ് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡയൂറെറ്റിക്സ് പെർട്ടിക്കുലർലി തൈസൈഡ് ഡയൂറെറ്റിക്സ്, എല്ലാ ഡയൂറെറ്റിക്സും ഇങ്ങനെ തന്നെയാണ്. എന്നാലും നമ്മൾ തൈസൈഡ് ഡയൂറെറ്റിക്സിനെ എടുത്തു പറയുന്നു work by increasing the excretion of sodium and water in the urine. Urine വഴി sodium water excretion കൂട്ടിയാണ് anti hypertensive action തരുന്നത്.
The reduction in fluid volume. അപ്പോൾ യൂറിൻ ഔട്ട്പുട്ട് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്ലൂയിഡ് വോളിയം, ബോഡിയിലെ ഫ്ലൂയിഡിന്റെ വോളിയം കുറയും. That will decreases the amount of blood in the circulatory system. Blood in amount കുറയ്ക്കും അല്ലെ, fluid amount കുറയുമ്പോൾ blood in amount കുറയ്ക്കും, leading to a decrease in the blood pressure. As a result, cardiac output കുറയും, blood pressure കുറയും. This is achieved through increased urine output. Urine output കൂട്ടിയാണ് നമുക്ക് blood pressure കുറഞ്ഞു കിട്ടുന്നത്. Which is why diuretics are a key component of anti-hypertensive therapy for patients with a fluid retention related hypertension. ചിലർക്ക് edema ഒക്കെ ഉണ്ടാവുന്ന കണ്ടീഷൻസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള പേഷ്യൻസിനും, അതായത് ഫ്ലൂയിഡ് റിട്ടൻഷൻ കാരണം ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്ന പേഷ്യൻസിന് നമ്മൾ ഡയൂറിറ്റിക്സ് പ്രിഫർ ചെയ്യും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. Next question. Which of the following thiazide diuretic is commonly associated with a longer duration of action and is often preferred for once daily dosing? ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും നോക്കി. Which of the following thiazide diuretic? അപ്പോൾ thiazide diureticsന് എക്സാമ്പിൾ നമുക്ക് കിട്ടും. That is having a longer duration of action. Longer duration of action ഉള്ള thiazide ഏതാണെന്ന് മനസ്സിലാവും. And it is preferred for once daily dosing. ഡെയിലി വൺസ് ആയിട്ട് കൊടുക്കുന്ന ഡ്രഗ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഓപ്ഷൻസ്, ഡയൂറിറ്റിക്സിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ച ഒരാൾക്ക് ഇപ്പൊ തന്നെ കിട്ടിക്കാണും ഓപ്ഷൻസ് നോക്കുമ്പോഴേക്കും. കാരണം ഓപ്ഷൻസ് ഏതൊക്കെയാ? സ്പൈറനോലാക്ടോൺ, ക്ലോർതാലിഡോൺ, മാനിറ്റോൾ, ഫ്യൂറോസിമൈഡ്. ഇനി സ്പൈറനോലാക്ടോൺ ഏതാ? പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂറിറ്റിക് ആണ് അല്ലെ. പൊട്ടാസ്യം ഹൈപ്പോകാലീമിയ ഉണ്ടാക്കാത്ത ഡയൂറിറ്റിക്സ് ആണ് സ്പൈറനോലാക്ടോൺ എന്ന് പറയുന്നത്. മാനിറ്റോൾ ഇസ് ഓസ്മോട്ടിക് ഡയൂറിറ്റിക്. Then furosemide is loop diuretic and chlorthalidone is our thiazide diuretic. അപ്പോൾ thiazide diureticsന് വേറെ എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? ഹൈഡ്രോക്ലോറോതൈസൈഡ്, ക്ലോറോതൈസൈഡ്, ക്ലോർതാലിഡോൺ ഒക്കെയാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ആൻസേഴ്സ് കിട്ടി? ഇപ്പൊ ക്ലോർതാലിഡോണിന് ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണെന്ന് മനസ്സിലായി, വൺസ് ഡെയിലി ആയിട്ടാണ് കൊടുക്കുന്നത്, ആൻഡ് ഇറ്റ് ഇസ് എ thiazide diuretic അല്ലെ. ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എത്ര എണ്ണം പഠിച്ചു നോക്കൂ. സോ rationale, chlorthalidone is a thiazide-like diuretic that is known for its longer duration of action, allowing for once daily dosing. The characteristics makes it a preferred choice in the management of hypertension as it helps improve patients' adherence to the medication regimen. കാരണം എന്താ? പേഷ്യന്റ് അഡ്ഹറൻസ് കൂട്ടും ക്ലോർതാലിഡോൺ. കാരണം എന്താ? വൺസ് ഡെയിലി കൊടുത്താൽ മതി. ഫിറോസിമൈഡ് ഒക്കെ 2 to 3 times ഒക്കെ കൊടുക്കാറുണ്ട്. സോ ക്ലോർതാലിഡോൺ വൺസ് ഡെയിലി കൊടുത്താൽ മതി. ഇപ്പൊ പേഷ്യന്റ് അഡ്ഹറൻസ്, പേഷ്യന്റ് കംപ്ലൈൻസ് കൂടുതലായിരിക്കും. Okay, so next question. Which of the following thiazide diuretic is more likely to be associated with the hypokalemia, that is low potassium level due to its potassium wasting effect? അപ്പൊ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തൊക്കെ കിട്ടും? thiazide diuretic ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് thiazide diuretic അറിയാം. ഏതൊക്കെയാ ഓപ്ഷൻസ്? 4ഉം മൂന്നും thiazide diuretics ആണ്. ഹൈഡ്രോക്ലോറോതൈസൈഡ്, ക്ലോർതാലിഡോൺ, ഇൻഡാപൊമൈഡ്, 3ഉം thiazide diuretics ആണ്. ആൻഡ് ദാറ്റ് is more likely to be associated with the hypokalemia. Hypokalemia means decrease in potassium levels, low potassium level due to its potassium wasting effect. Potassium wasting effect കാരണം പൊട്ടാസ്യം ബോഡിയിൽ കുറയുന്ന ഹൈപ്പോകാലീമിയ കൂടുതലായിട്ട് കാണിക്കുന്ന thiazide diuretic ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഹൈഡ്രോക്ലോറോതൈസൈഡ്, ക്ലോർതാലിഡോൺ, ഇൻഡാപൊമൈഡ്, സ്പൈറനോലാക്ടോൺ. നമുക്ക് ഇവിടുന്ന് സ്പൈറനോലാക്ടോൺ അങ്ങ് അവോയ്ഡ് ചെയ്യാം അല്ലെ. കാരണം ഇത് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക് ആണ്. പൊട്ടാസ്യത്തിന്റെ ലെവല് സ്പൈറനോലാക്ടോൺ കുറയ്ക്കില്ല, കൂട്ടത്തേ ഉള്ളൂ. സോ ബാക്കിയുള്ള 3 ഓപ്ഷനും നമ്മുടെ കറക്റ്റ് ആൻസർ ഇസ് ഹൈഡ്രോക്ലോറോതൈസൈഡ്. Okay, rationale നോക്കാം. Hydrochlorothiazide is a thiazide diuretic that is known for its potassium wasting effect. അപ്പോൾ thiazide diureticsൽ ഏറ്റവും കൂടുതൽ ഹൈപ്പോകാലീമിയ കാണിക്കുന്നത് ഹൈഡ്രോക്ലോറോതൈസൈഡ് ആണ്. It can leads to hypokalemia, which is a condition characterized by എന്തായിരുന്നു? Low levels of potassium in the blood. Patients taking hydrochlorothiazide may require monitoring and potassium supplementation to prevent or manage this side effect. അപ്പോൾ ഹൈഡ്രോക്ലോറോതൈസൈഡ് കഴിക്കുന്ന പേഷ്യൻസ് പൊട്ടാസ്യം ലെവൽസ് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പൊട്ടാസ്യം ലെവൽസ് കുറവാണെങ്കിൽ പൊട്ടാസ്യം സപ്ലിമെന്റേഷൻ നമ്മൾ എടുക്കേണ്ടതാണ്. Then chlorthalidone and indapamide are also thiazide diuretic but are less likely to cause hypokalemia compared to the hydrochlorothiazide. ഹൈഡ്രോക്ലോറോതൈസൈഡിനെ വെച്ച് നോക്കുമ്പോൾ ക്ലോർതാലിഡോണും ഇൻഡാപമൈഡും പൊട്ടാസ്യം വേസ്റ്റിംഗ് ഇഫക്റ്റ് കുറവാണ്, എന്നാലും ഉണ്ട് കേട്ടോ. ആൻഡ് സ്പൈറനോലാക്ടോൺ ഓൺ ദ അതർ ഹാൻഡ് ഇസ് എ പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് hypokalemia. സ്പൈറനോലാക്ടോൺ
ഹൈപ്പോകാലിയമ ഉണ്ടാക്കത്തില്ല. Okay, so next question. What is the primary mechanism of action of furosemide? That is a high ceiling diuretic or loop diuretic. Furosemide ന്റെ mechanism of action എന്താണെന്നുള്ളതാണ് question. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. Inhibition of ACE or angiotensin converting enzyme, blockage of aldosterone receptors, inhibition of sodium potassium chloride co-transporter in the loop of Henle, stimulation of aquaporin channels in the distal tubules. Okay, അപ്പോൾ question തന്നെ നമുക്ക് ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഫ്യൂറോസിമൈഡിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് ചോദിച്ചേക്കുന്നത്. എന്നിട്ട് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഇസ് എ ഹൈ എഫിഷ്യൻസി ഡയോറിറ്റിക് ഓർ ഇറ്റ് ഇസ് എ ലൂപ്പ് ഡയോറിറ്റിക്. ലൂപ്പിൽ ആക്ട് ചെയ്യുന്ന ഡയോറിറ്റിക്. ലൂപ്പ് മീൻസ് ലൂപ്പ് ഓഫ് ഹെൻലി. ഓക്കെ, സോ ആൻസർ ഏതാ? Inhibition of sodium potassium chloride co-transporter in the loop of Henle. Option C is the correct answer. Loop of Henle ലാണ് നമ്മുടെ loop diuretics furosemide, bumetanide, ethacrenic acid ഒക്കെ ആക്ട് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ ആക്ട് ചെയ്യുന്നത്? Inhibition of sodium potassium chloride co-transporter. അതായത് this is our nephron. Proximal convoluted tubule ഉണ്ട്, loop of Henle ഉണ്ട്, distal convoluted tubule ഉണ്ട്, collecting tubules ഉണ്ട്. ഓക്കെ, അതിൽ നമ്മുടെ ascending loop of Henle ഈ ഒരു പാർട്ടിലാണ് നമ്മുടെ ലൂപ്പ് ഡയോറിറ്റിക്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് ട്രാൻസ്പോർട്ടർ അവിടെയാണ്. സോഡിയം പൊട്ടാസ്യത്തിന്റെയും ക്ലോറിനെയും ട്രാൻസ്പോർട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകുന്ന പ്രോസസ്സ് റെഗുലേറ്റ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടർ അവിടെയുണ്ട്. നമ്മുടെ ലൂപ്പ് ഡയോറിറ്റിക് എന്ത് ചെയ്യുന്നു? സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ട്രാൻസ്പോർട്ടറിനെ ബ്ലോക്ക് ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കും? സോഡിയം പൊട്ടാസ്യം നമ്മൾ റാഷണലിൽ കൊടുത്തിട്ടുണ്ട്. Inhibit the sodium potassium chloride co-transporter in the thick ascending limb of loop of Henle in the nephron. This leads to increased sodium and water excretion. അപ്പം sodium water excretion കൂടുകയാണ് ചെയ്യുന്നത്. ഈ ഇൻഹിബിറ്റർ ആണ് ഈ ട്രാൻസ്പോർട്ടർ ആണ് സോഡിയം വാട്ടറിനെ അബ്സോർബ് ചെയ്ത് ബോഡിക്കുള്ളിലേക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു ട്രാൻസ്പോർട്ടറിനെ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യുമ്പോഴേക്കും സോഡിയം വാട്ടർ എക്സ്ക്രീഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആസ് എ റിസൾട്ട് നമുക്ക് ഡയോറിറ്റിക് ആക്ഷൻ കിട്ടും. യൂറിൻ ഔട്ട്പുട്ട് കൂടും, ബ്ലഡ് പ്രഷർ കുറയും. സോ ദാറ്റ് ഇസ് called a loop diuretic. അപ്പൊ ഇതൊരു പൊട്ടൻ ഡയോറിറ്റിക് ആണ്, ഹൈ എഫിഷ്യൻസി ഡയോറിറ്റിക് ആണ്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻസ് ബാക്കി എന്തൊക്കെയാ പറയുന്നത്? ഇൻഹിബിഷൻ ഓഫ് AC ഇൻഹിബിറ്റേഴ്സ് ഇതുമായിട്ടൊരു റിലേഷനും ഇല്ല. ഇറ്റ് ഇസ് ആന്റി ഹൈപ്പർടെൻസീവ് ബട്ട് നമ്മൾ ഡയോറിറ്റിക് അല്ല അല്ലെ. പ്രിൽസ് വരുന്നത്, ദെൻ ബ്ലോക്കേജ് ഓഫ് എൽഡോസ്റ്റിറോൺ റിസെപ്റ്റേഴ്സ്, സ്പൈറനോലാക്ടോൺ ഒക്കെ വരുന്ന ഡ്രഗ്. ദെൻ ഇൻഹിബിഷൻ ഓഫ് സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ടർ, ദാറ്റ് ഇസ് ലൂപ്പ് ഡയോറിറ്റിക് ആൻഡ് ദി അതർ വൺ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the primary mechanism of action of hydrochlorothiazide? So hydrochlorothiazide is a എന്ത് diuretic ആണ്? It is a thiazide diuretic. HCT is a thiazide diuretic. Okay, then നമുക്ക് ഓപ്ഷൻസ് നോക്കാം. What is the mechanism of action ആണ് question. Inhibition of angiotensin converting enzyme ആണോ? AC inhibitors എന്ന് പറയുന്നത് പ്രിൽസ് ആണ്. ക്യാപ്റ്റോപ്രിൽ, എനലാപ്രിൽ പോലുള്ള പ്രിൽസ് ആണ്. ഓപ്ഷൻ ബി blockage of beta adrenergic blockers. Beta blockers is propranolol, ഓൾസിൽ അവസാനിക്കുന്ന ഡ്രഗ്, മെറ്റോപ്രോലോൾ പോലുള്ള ഡ്രഗ്സ്. Then inhibition of sodium reabsorption in the distal convoluted tubule, stimulation of aldosterone production. അപ്പൊ ഇതിൽ ഏതോ ഒന്നാണ് ആൻസർ എന്ന് മനസ്സിലായി. aldosterone production സ്റ്റിമുലേറ്റ് ചെയ്യുവാണോ? അല്ല. സോ ആൻസർ ഇസ് ഇൻഹിബിഷൻ ഓഫ് സോഡിയം റീഅബ്സോർപ്ഷൻ ഇൻ ദ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ സോഡിയത്തിനെ റീഅബ്സോർബ് ചെയ്യുന്നു. അപ്പൊ സോഡിയത്തിനെ റീഅബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സ് ഇൻഹിബിറ്റ് ചെയ്താണ് ഹൈഡ്രോക്ലോറോതൈസൈഡ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ സോഡിയത്തിന്റെ റീഅബ്സോർപ്ഷൻ ഇൻഹിബിറ്റഡ് ആകുമ്പോൾ വാട്ടറും റീഅബ്സോർബ് ചെയ്യപ്പെടുന്നില്ല. മോർ വാട്ടർ യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യുന്നു. സോ കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നു, ബ്ലഡ് പ്രഷർ കുറയുന്നു. സോ ഹൈഡ്രോക്ലോറോതൈസൈഡ് is a thiazide diuretic that primarily works by inhibiting the reabsorption of sodium and chloride ions in the distal convoluted tubules of the nephron. This results in increased excretion of sodium and water, ultimately reducing the blood volume and blood pressure. സിമ്പിൾ ആണ് അല്ലെ. അപ്പൊ thiazide diureticന്റെ സൈറ്റ് ഓഫ് ആക്ഷൻ is distal convoluted tubule. നേരത്തെ ലൂപ്പ് ഓഫ് ഹെൻലിയിൽ ആക്ട് ചെയ്യുന്നത് ആരായിരുന്നു? Loop diuretic or high ceiling diuretic. Then which of the following condition is hydrochlorothiazide commonly prescribed to treat? Hydrochlorothiazide or thiazide diuretic എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഹൈപ്പോതൈറോയിഡിസം ആണോ? അല്ല. ആൻസൈറ്റി ഡിസോർഡേഴ്സ് അല്ല. ദെൻ ഇൻസോംനിയ, ഉറക്കമില്ലായ്മ, അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല അല്ലെ. സോ the correct answer is hypertension, high blood pressure.
So hydrochlorothiazide is frequently prescribed to treat hypertension as it helps to reduce the blood pressure by increasing the excretion of sodium and water in the distal convoluted tubule, thereby decreasing the blood volume. It is not used to treat hypothyroidism, anxiety disorder, insomnia, as these conditions are unrelated to its mechanism of action. Simple ആണല്ലേ? ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. ഹൈഡ്രോക്ലോറോതൈസൈഡ് ഡയൂററ്റിക്സ് ആണ്, അത് നമ്മൾ ഹൈപ്പർടെൻഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the primary mechanism of action of a drug that inhibit the sodium potassium 2 chloride at the ascending limb of loop of Henle? അപ്പൊ നമ്മള് കുറച്ച് മുന്നേ 2-3 ക്വസ്റ്റ്യൻസ് മുന്നേ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ ആൻസർ കിട്ടും. സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് ട്രാൻസ്പോർട്ടറിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. എവിടെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ഹെൻലീസ് ലൂപ്പ് ഓഫ് ഹെൻലി. ഇപ്പൊ ലൂപ്പ് ഓഫ് ഹെൻലിയിൽ ആക്ട് ചെയ്യുന്നത് ഏത് ഡ്രഗാ? നമ്മുടെ ലൂപ്പ് ഡയൂററ്റിക്സ്, ഹൈ എഫിഷ്യൻസി ഡയൂററ്റിക്സ്. അവർ എന്താ ചെയ്യുന്നത്? സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ടിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻസ് അതാണ് വരുന്നത്. ഇൻഹിബിഷൻ ഓഫ് സോഡിയം റീഅബ്സോർപ്ഷൻ അറ്റ് ദ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആണോ? PCT-ലല്ല ആക്ട് ചെയ്യുന്നത്. ഇൻഹിബിഷൻ ഓഫ് സോഡിയം പൊട്ടാസ്യം പമ്പ് അറ്റ് ദ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. DCT-ൽ ആക്ട് ചെയ്യുന്നത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു, തൈസൈഡ് ഡയൂററ്റിക്. ദെൻ inhibition of aldosterone receptor in the collecting duct, അതുമല്ല. ആൻഡ് ഇൻഹിബിഷൻ ഓഫ് സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ടർ അറ്റ് ദി അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. അതാണ് നമ്മുടെ സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് ട്രാൻസ്പോർട്ടർ സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യും? സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ടറിനെ അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ദെയർബൈ വാട്ടറിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നില്ല, വാട്ടർ എക്സ്ക്രീറ്റ് ചെയ്യുന്നു, യൂറിൻ ഔട്ട്പുട്ട് കൂടുന്നു, കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നു, ബ്ലഡ് പ്രഷർ കുറയുന്നു. സോ rationale നോക്കേ. The drug inhibits sodium potassium chloride co-transporter at the ascending limb of loop of Henle. This co-transporter plays a crucial role in the reabsorption of sodium, potassium and chloride ion, which is a unique characteristic of this specific part of nephron. Okay, appo manasilayile. Appo adine examples edikka loop diuretics la furosemide, bumetanide, ethacrenic acid. Next question. Which part of the nephron is primarily targeted by drug that inhibit sodium potassium 2 chloride transporter? ഇപ്പൊ നമ്മൾ പറഞ്ഞുള്ളൂ അല്ലെ, മുന്നത്തെ ക്വസ്റ്റ്യൻ പഠിച്ച ആൾക്ക് ഇതും കിട്ടും. സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ടർ ഏത് നെഫ്രോണിന്റെ ഏത് പാർട്ടിലാണ് ആക്ട് ചെയ്യുന്നത്? സോ ഹിയർ ദ ആൻസർ ഇസ് ascending limb of loop of Henle. അല്ല, അതാണ് മനസ്സിലായി അല്ലെ. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആക്ച്വലി നമ്മുടെ കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ടല്ലോ, അസറ്റസോളമൈഡ് ഒക്കെ അവിടെയാണ് ആക്ട് ചെയ്യുന്നത്. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ തൈസൈഡ് ഡയൂററ്റിക്സ് ആണ് ആക്ട് ചെയ്യുന്നത്. കളക്ടിംഗ് ഡെക്കിൽ നമ്മൾ സ്പൈറനോലാക്ടോൺ പോലുള്ള ഡ്രഗ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ നമ്മുടെ loop diuretics are acting. So the drug that inhibit sodium potassium 2 chloride co-transporter, and this co-transporter is predominantly found in the ascending limb of loop of Henle, where it plays a crucial role in sodium potassium and chloride reabsorption. Inhibiting this transporter would affect ion handling in the ascending limb of loop of Henle. Simple aanalle. Then next question. Which type of diuretic is associated with the potential effect of hypokalemia? Hypokalemia ഉണ്ടാക്കുന്ന ഡയൂററ്റിക് ഏതാണ്? ഓപ്ഷൻസ് ഏതൊക്കെയാ? ലൂപ്പ് ഡയൂററ്റിക്, തൈസൈഡ് ഡയൂററ്റിക്, പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്, ഓസ്മോട്ടിക് ഡയൂററ്റിക്. ഏതാണ് ഹൈപ്പോകാലീമിയ, മെയിൻലി ഹൈപ്പോകാലീമിയ ഉണ്ടാക്കുന്നത്? ഓക്കെ, ആൻസർ ഏതാ? നമുക്ക് ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആൻസർ എന്ന് പറയുന്നത് ലൂപ്പ് ഡയൂററ്റിക് ആണ്. ഓക്കെ, കാരണം സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ടറിനെയാണ് ലൂപ്പ് ഡയൂററ്റിക്സ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ലൂപ്പ് ഡയൂററ്റിക്സും ആക്ച്വലി തൈസൈഡ് ഡയൂററ്റിക്സും ഹൈപ്പോകാലമിയ ഉണ്ടാക്കാറുണ്ട്. ബട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൂപ്പ് ഡയൂററ്റിക്സിനാണ് കൂടുതൽ. കാരണം സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ടറിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. പൊട്ടാസ്യത്തിന്റെ റീഅബ്സോർപ്ഷനും കുറയും. സോ എന്ത് സംഭവിക്കും? ബോഡിയിൽ പൊട്ടാസ്യത്തിന്റെ എമൗണ്ട് കുറയും. സോ ആൻസർ നോക്കി. ലൂപ്പ് ഡയൂററ്റിക്സ് such as furosemide, bumetanide are known for their potent diuretic effect and are often used to treat conditions like congestive heart failure and edema. അതായത് എന്താ പറഞ്ഞേ? ലൂപ്പ് ഡയൂററ്റിക്സ് യൂഷ്വലി നമ്മൾ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറും എഡിമയും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. However, a common side effect of loop diuretic is the loss of potassium. പൊട്ടാസ്യത്തിന്റെ ലോസ് എന്ന് പറയുന്നത് ലൂപ്പ് ഡയൂററ്റിക്സിന്റെ ഒരു മേജർ സൈഡ് ഇഫക്റ്റ് ആണ്.
which can leads to hypokalemia. This can result in symptoms such as hypokalemia. പൊട്ടാസ്യത്തിന്റെ എമൗണ്ട് കുറയുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? മസിൽ വീക്ക്നെസ്, ക്രാംസ്, കാർഡിയാക് അരിത്മിയ പോലുള്ള സിംറ്റംസ് ഉണ്ടാവും. Thiazide diuretics on the other hand can also cause hypokalemia but to a lesser extent. Thiazide diuretics ഉണ്ടാകും, but comparing to loop diuretics ആണ് കൂടുതൽ. Then potassium sparing diuretics എന്ന് പറയുമ്പോൾ potassium sparing ആണ്, പൊട്ടാസ്യത്തിന്റെ എമൗണ്ട് ഒരു കുറയ്ക്കുന്നില്ല. ഓസ്മോട്ടിക് ഡയയൂററ്റിക്സിന്റെ മെക്കാനിസം ഈ ഒരു സോഡിയം പൊട്ടാസ്യം ചാനൽസ് വഴിയല്ല നടക്കുന്നത്, ഓസ്മോസിസ് പ്രോസസ് വഴിയാണ് അവർ ഡയൂറസിസ് എൻഹാൻസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Potassium sparing diuretics, as the name suggests, it tend to spare the potassium. Potassium സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് and are less likely to cause hypokalemia. Osmotic diuretics primarily increase the excretion of water without significantly affecting the electrolyte balance. So electrolyte balance നെ എഫക്ട് ചെയ്യുന്നില്ല osmotic diuretic. So hypokalemia ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് ലൂപ്പ് ഡയൂററ്റിക്സ് ആണ്. അത് കഴിഞ്ഞ് നമുക്ക് thiazide diuretics പറയാം. Okay, next question. Which of the following is a common side effect associated with the use of diuretic? Diuretics യൂസ് ചെയ്യുന്നത് കാരണം ഉണ്ടാവുന്ന സൈഡ് എഫക്ട്സ് ഏതാണ്? ഇത് ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. പാൻസസ്, ഹൈപ്പർകാലീമിയ, ഹൈപ്പോകാലീമിയ, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പോഗ്ലൈസീമിയ. ആൻസർ ഏതാ? നോർമലി hypokalemia അല്ലെ? hypokalemia ആണ് യൂഷ്വലി ഉണ്ടാവാറുള്ളത്. ഡയൂററ്റിക് നമുക്ക് ആൻസേഴ്സ് നോക്കിയേ. ഡയൂററ്റിക്സ് ആർ ദ മെഡിക്കേഷൻ ദാറ്റ് ഇൻക്രീസസ് ദ എക്സ്ക്രീഷൻ ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ വാട്ടറും ഇലക്ട്രോലൈറ്റിനെയും എക്സ്ക്രീഷൻ കൂട്ടുന്ന ഡ്രഗ്സ് ആണ് ഡയൂററ്റിക്സ് എന്ന് പറയുന്നത്, ഇൻക്ലൂഡിങ് പൊട്ടാസ്യം ഫ്രം ദ ബോഡി. പൊട്ടാസ്യത്തിന്റെ എക്സ്ക്രീഷൻ കൂടി ഇൻക്രീസ് ചെയ്യിക്കും. സോ ഹൈപ്പോകാലീമിയ ഇസ് എ വെൽ നോൺ സൈഡ് ഇഫക്ട്സ് ഓഫ് മെനി ഡയൂററ്റിക്സ് ഡ്യൂ ടു ദ ലോസ് ഓഫ് പൊട്ടാസ്യം ഇൻ ദ യൂറിൻ. ഓക്കെ, ഒരുപാട് ഡയൂററ്റിക്സിന്റെ സൈഡ് എഫക്ട്സ് ആണ് ഹൈപ്പോകാലീമിയ എക്സെപ്റ്റ് സ്പൈറനോലാക്ടോൺ, അമിലോറൈഡ്, ട്രയാംതെറിൻ ലൈക്ക് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സ്. ഓക്കെ, ദെൻ ഹൈപ്പർകാലീമിയ ഉണ്ടാവത്തില്ല. ഹൈപ്പർ ടെൻഷൻ അല്ല, ഹൈപ്പോ ടെൻഷൻ ആണ് വരുന്നത്. ദെൻ ഹൈപ്പോഗ്ലൈസീമിയ അല്ല. ആക്ച്വലി ഡയൂററ്റിക്സ് സ്ലൈറ്റ്ലി നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, സോ ഹിയർ ദ ആൻസർ ഇസ് ഹൈപ്പോകാലീമിയ, വിച്ച് ഇസ് എ മോസ്റ്റ് കോമൺ സൈഡ് ഇഫക്ട്സ് ഓഫ് ഓൾമോസ്റ്റ് all the diuretics except potassium sparing diuretics. So next question. To counteract the risk of hypokalemia when using diuretic, which type of diuretic is often added to the treatment regimen? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഡയൂററ്റിക്സ് കാരണം ഹൈപ്പോകാലീമിയ ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഹൈപ്പോകാലീമിക് ഇഫക്റ്റിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഡയൂററ്റിക് ആണ് യൂസ് ചെയ്യുന്നത്? ഏത് ഡയൂററ്റിക് ആയിരിക്കും? പൊട്ടാസ്യം ലോ ചെയ്യുന്ന എഫക്ട് കുറയ്ക്കാൻ വേണ്ടി പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സിനായിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലെ? സോ ഹിയർ ദ ആൻസർ ഇസ് പൊട്ടാസ്യം sparing diuretics. So options എന്തൊക്കെയാ? thiazide diuretics പറ്റില്ല, thiazide diuretics hypokalemia ഉണ്ടാക്കും. loop diuretics also hypokalemia ഉണ്ടാക്കും. ഓസ്മോട്ടിക് ഡയൂററ്റിക്സ് ഇതുമായിട്ട് വലിയ റിലേഷൻ വരുന്നില്ല, ബിക്കോസ് ഇലക്ട്രോലൈറ്റ് ബാലൻസിനെ എഫക്ട് ചെയ്യുന്നില്ല. പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പൊട്ടാസ്യം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സ് such as spironolactone, amiloride, triamtherin are specifically used to counteract the loss of potassium associated with other diuretics. They work by conserving the potassium in the body and are often added to diuretic regimens to prevent hypokalemia. സിമ്പിൾ ആണ് അല്ലേ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following is a common side effect of diuretic that makes them potentially unsafe in diabetic patient? അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിൽ ചില ഡയൂററ്റിക്സ് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ഡയബറ്റിക് പേഷ്യൻസ് എന്ന് പറയുമ്പോഴേക്കും ഓൾറെഡി ഷുഗർ ഹൈ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം ഡയൂററ്റിക്സ് യൂസ് ചെയ്യുമ്പോൾ ഡയൂററ്റിക്സിന്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത് അല്ലെ? സോ ഹിയർ ദ ആൻസർ ഇസ് ഹൈപ്പർ glycemia. So diuretics can leads to increase in blood pressure. That is an adverse effect of diuretics. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു hypokalemia അതുപോലെ തന്നെ hyperglycemia is an adverse effect of diuretic which is referred to as hyperglycemia. These effects can be problematic for diabetic patient as it may exacerbate their diabetes management and require adjustment to their medication.